ഒരു ചതിക്കുഴിയുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. വഴികളിൽ പോകുമ്പോൾ ചില ആൾക്കാർ ഈ ഡെയിലി ബ്രെഡിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യും. അതാണ് ഇതിൻ്റെ അകത്തൊരു അബദ്ധങ്ങൾ മനസ്സിലായില്ല. കുറച്ച് കഴിയുമ്പോൾ കർത്താവ് പറയും ഓടരുതമ്മാവ് അറിയാത്ത എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രമാണ് ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ ദൈവം രണ്ട് സംഭവമാണ് പറയുന്നത്, ഭാഗ്യവും ഹതഭാഗ്യവും. ഭാഗ്യവും അധഭാഗ്യവും. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കുമെന്ന് അമ്മ പറയും. പക്ഷേ ഹതഭാഗ്യമെന്നും സംഭവമുണ്ട്, ഭാഗ്യക്കേട്. ഭാഗ്യക്കേടെന്ന് പറയണത് 15-19 ഒന്ന് കുറഞ്ഞ ശ്രുതികണ്ട ഹല്ലേലൂയ. ഒന്ന് 15-19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ഒന്ന് പറഞ്ഞ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഭാഗ്യമുണ്ട്, സുവിശേഷത്തിൻ്റെ ഭാഗ്യങ്ങളുണ്ട്. അത് ദൈവാരൂപി ജീവിക്കുന്നവർക്ക് ഭാഗ്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കാം. അത് അതിൻ്റെ മുഴുവൻ സാകല്യമായിട്ടാണ് മരിയൻ ബ്ലെസ്സഡ്നെസ് വരുന്നത്. അമ്മ പറയണത് ഈ തലമുറ മാത്രമല്ല, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. പക്ഷേ ഇതിനകത്ത് ദൗർഭാഗ്യം വരാനുള്ള സാധ്യതയുണ്ട്. അതെന്താ കാര്യം? വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം ദൈവത്തെ ആശ്രയിച്ച കുഴപ്പമാണ്, ദൗർഭാഗ്യം വരും. അത് ഭയങ്കര സീരിയസ് ആണ്. അതാ 19-15 ഒന്ന് കുറയുന്നത് എന്താ പറയണത്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിലെ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ എല്ലാ മനുഷ്യരെക്കാളും എല്ലാ മനുഷ്യരെന്ന് പറയുമ്പോഴേ അറിയാവോ, എല്ലാ മനുഷ്യരെന്ന് പറയുമ്പോൾ നമ്മളോർക്കും എല്ലാ മനുഷ്യരും, എല്ലാ ലോകത്തോളം എല്ലാ മനുഷ്യരും. അങ്ങനെയല്ല, എപ്പിക്യൂരിയൻസിനാണ് ഈ പറയണത്. എല്ലാ മനുഷ്യരെന്ന് പറയുമ്പോൾ എപ്പിക്യൂരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ കർത്താവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വർഗ്ഗമാണ്, ഒരു പ്രത്യേക തത്വശാസ്ത്രങ്ങൾ എല്ലാ കാലത്തും ഉണ്ടല്ലോ. മാർക്സിസം ഒരു തത്വശാസ്ത്രമാണ്. അതുപോലെ തന്നെ ഓരോ തത്വശാസ്ത്രങ്ങൾ, ഇപ്പം കോപ്പറേറ്റീവ്സത്തിൻ്റെ കാലമാണ് ഇപ്പം. അതായത് കോപ്പറേറ്റീവ് ആധിപത്യം, കോർപ്പറേറ്റ് ആധിപത്യമല്ലേ. പിന്നെ അതുപോലെ തന്നെ വേറെ ഉണ്ട് പേഴ്സണൽ ഫെഡറലിസം. അതിപ്പോഴത്തെ ഒരു പ്രവണതയാണ്, പേഴ്സണൽ ഫെഡറലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം പ്രഖ്യാപിതമാകുന്ന അവസ്ഥ. അവർ സെൽഫ് ഡിക്ലറേഷന് ഏതാണ്ട് ഭരണഘടനയുടെ അത്രയും പവർ കാണിക്കുന്ന മനുഷ്യൻ്റെ സ്വയം ഔന്നത്യത്തിൻ്റെ പ്രഖ്യാപന കാലകം. അതിങ്ങനെ മനുഷ്യരാശി കടന്നു പോകുമ്പോൾ ഇങ്ങനെ പല ചിന്താധാരകൾ വരും. അതാണ് പറയണത്, എല്ലാ മനുഷ്യരും എന്ന് പറയണില്ലേ, പല ചിന്താധാരകൾ സൂക്ഷിക്കും. എപ്പിക്യൂരിയൻസിൻ്റെ പ്രോബ്ലം എന്താണ്? ബൈബിൾ കാലത്തിൽ എപ്പിക്യൂരിയൻസിൻ്റെ പ്രോബ്ലം ഇന്ത്യയിലുണ്ടായിരുന്ന ചാർവാകൻസ്, അതേ കാലത്തിലുണ്ടായി. അവർ പറയണത് എന്താണ്? യെസ്റ്റർഡേ ഈസ് ഡെഡ് ആൻഡ് ഗോഡ്. ഇന്നലകളിങ്ങനെ അസ്തമിച്ചു പോയി, നമുക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, ഇനി തിരിച്ചു വരത്തില്ല. ടുമാറോ ഈസ് അൺസർട്ടൺ. നാളെ ഉണ്ടോ ഇല്ലയോ, നമ്മൾ ജീവിച്ചിരിക്കുമോ, ഐ ഡോണ്ട് നോ, വി ഡോണ്ട് നോ, അറിയത്തില്ലെന്ന് പറയും. പിന്നെ എന്താണ്? ടുഡേ ഈസ് അവേഴ്സ്, സോ ലെറ്റ് us മേക്ക് മെറി. അതായത് തിന്നും കുടിച്ചും DJ പാർട്ടി നടത്തി ഈ ജീവിതം ആസ്വദിക്കാമെന്ന് പറയുന്ന അതാണ് അതാണ് മനുഷ്യൻ്റെ. ചില മനുഷ്യരുണ്ടല്ലേ, ആ രീതിയിലുള്ള മനുഷ്യരുണ്ട്. എവിടെ പോയാലും അവർക്ക് അമ്യൂസ്മെൻ്റാണ് അവരുടെ വലിയ ജീവിത ലക്ഷ്യമെന്ന് പറയണത്. അമ്യൂസ്മെൻറ്റ് അതൊരു പ്രത്യേക വർഗം മനുഷ്യരാണ്. അതൊരു വിസറട്ടോണിക് എൻഡോമോർഫ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും, ഞാൻ പറയത്തില്ല. അതൊരു സൈക്കോളജിക്കൽ അനാട്ടമിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സ് വിസറട്ടോണിക് എൻഡോമോർഫ്. വ്യക്തിയെ കാണുമ്പോൾ അറിയാം ഇയാൾ ഏത് സ്റ്റേറ്റ്സിലുള്ളതാണ്. ചില ആൾക്കാർ എല്ലായിടത്തും അടിയന്തരമുള്ള സ്ഥലങ്ങളെല്ലാം പോകും, എല്ലാ അമ്യൂസ്മെൻറ്റ് സംഭവങ്ങളും അതുപോലെ പാർട്ടികളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ എല്ലാം പോയി എവിടെയെങ്കിലും അതൊന്നും മിസ് ചെയ്യത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സദ്യയിൽ നിന്ന് മറ്റൊരു സദ്യയിലേക്ക് അവർ പോകും. ഈ എപ്പിക്യൂരിയൻസ് ചെയ്യണത് എന്താണ്? അവർ മുക്കുമുട്ട കഴിച്ചിട്ട് പിന്നെ കൈയിട്ട് ഛർദ്ദിച്ച് കളഞ്ഞിട്ട് പിന്നെയും കഴിക്കും. വാട്ട്സ് ദ പീപ്പിൾ. അത് ചിന്തിച്ച് നോക്കി, കർത്താവിൻ്റെ കാലത്തുണ്ടായിരുന്നൊരു വർഗ്ഗമാണ്. അങ്ങനെ കാണിക്കുന്നില്ലെങ്കിൽ ഇന്നും ആ ടൈപ്പ് ഉണ്ടാവും. തീറ്റിപ്പണ്ടാരങ്ങളും അതുപോലെയുള്ള ആൾക്കാരുണ്ട്. ഭക്ഷണത്തിന് അമിത പ്രാധാന്യം, സൗന്ദര്യത്തിന് അമിത പ്രാധാന്യം, അതുപോലെ തന്നെ സെക്സിന് അമിത പ്രാധാന്യം. അതായത് ഒരു ലെവൽ വിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ, അതാണ് എല്ലാ മനുഷ്യരെക്കാളും
അതാണ് വിഷയം. നിങ്ങൾ യേശുക്രിസ്തു അത് ടേക്ക് ദ വേർഡ് ഓഫ് റീഡ് ദ വേർഡ് ഓഫ് ഗോഡ് അഗൈൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന. 1 കൊരിന്തോസ് 15:19. 1 കൊരിന്തോസ് 15:19. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പറഞ്ഞ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. അപ്പൊ ഈ വായി കൈയിട്ട് ഛർദ്ദിക്കണ പണ്ടാരങ്ങളില്ലേ, അവരെക്കാളും ഗതികെട്ടവരാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. മനസ്സിലായില്ലേ? എപ്പിക്യൂരിയൻസിനേക്കാൾ ഗതികെട്ടവരാണ് നമ്മളെന്ന്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തു പ്രത്യാശ അർപ്പിച്ചെങ്കിലേ നിങ്ങൾ എപ്പിക്യൂരിയൻസിനേക്കാൾ ഗതികെട്ടവരാണെന്ന്. അപ്പോൾ അതൊക്കെ എന്തുമാത്രം ഭാഗ്യക്കേടാണ് വരണത്. അപ്പോഴെന്താ നമ്മൾ യേശുക്രിസ്തു പ്രത്യാശ അർപ്പിക്കണത്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, പിന്നെന്താണ്? നിത്യതയ്ക്ക് വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യതയ്ക്കുള്ള നിക്ഷേപങ്ങൾ വേണം. നിത്യതയുടെ നിക്ഷേപങ്ങൾ. ഞാൻ എപ്പോഴും എൻ്റെ സഹോദരനോട് പറയണത്, എൻ്റെ മക്കളെ, എന്തെങ്കിലും പ്രാർത്ഥന ഞാൻ നിങ്ങളോട് പറയാമോ? രഹസ്യമാണ്, പറയാമോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മനസ്സിലിരിപ്പാണ്, ഗുണമാണോ ദോഷമാണോ എന്നറിയത്തില്ല. എന്ത് സംഭവം എന്നറിയാമോ? എൻ്റെ മനസ്സിലിരിപ്പ് എപ്പോഴും പറയണത്, ഒരു 10 കാര്യം ദൈവത്തോട് നമ്മൾ ചോദിച്ചാൽ 5 കാര്യം കിട്ടരുതെന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ. നിങ്ങളിത് പറഞ്ഞാൽ നിങ്ങളോട് ഒപ്പം എടുക്കത്തില്ല. പക്ഷേ എൻ്റെ മനസ്സിരിപ്പ് ഇതാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ 10 കാര്യം നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ 5 കാര്യം കിട്ടരുത്. എന്താ കാര്യം എന്നറിയാമോ? കിട്ടാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നണുണ്ടോ? ഈശോ എന്താ പറഞ്ഞിരിക്കണത്? ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അതാണ് പ്രശ്നം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്കാ 11:9. ലൂക്കാ 11:9. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. പറഞ്ഞേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അപ്പം മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് പറഞ്ഞില്ലേ? അപ്പോഴേ ഇതെപ്പോഴാണ് തുറക്കണത്, എവിടെയാണ് തുറക്കണമെന്ന് ഈശോ പറഞ്ഞിട്ടില്ല. ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും. മനസ്സിലായി? എപ്പോഴാണ് ലഭിക്കുക എന്ന് ഈശോ പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങൾ ഇവിടെ ലഭിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഞങ്ങളുടെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളെ നിത്യതയെ ലക്ഷ്യമാക്കി മുന്നേറുവാൻ നമ്മൾ ബെനഡിക്ട് മാർപ്പാപ്പയെ യാത്രയാക്കി നിൽക്കുന്ന സഭയാണ് ഇപ്പോൾ ഉള്ളത്. ബെനഡിക്ട് മാർപ്പാപ്പയെ നിത്യഭവനത്തിലേക്ക് നമ്മൾ യാത്രയാക്കി അല്ലേ? എനിക്കാണെങ്കിൽ ആ ദിവസങ്ങളിലൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യനോട് എനിക്ക് ഭയങ്കര മാനസികമായിട്ട് അടുപ്പമുള്ള ആളായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല, പക്ഷേ ഇയാളെ ഫോളോ ചെയ്തിട്ടുണ്ട്. രഹസ്യമായി ഈ മനുഷ്യനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നും ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പാപ്പ രാജിവെച്ചതിനോട് എനിക്ക് ഒരിക്കലും അന്ന് മരിക്കണവരെ ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഒരാളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം എന്താണ്, നീതി എന്താണ്, അത് ഒരു കോംപ്രമൈസും ഇല്ലാതെ ഒരു മീഡിയയുടെ മുമ്പിലും ഒരിക്കലും തോക്കാതെ നിന്നൊരു മനുഷ്യനാണ് ഈ ബെനഡിക്ട് മാർപ്പാപ്പ. ബെനഡിക്ട് മാർപ്പാപ്പ ഇപ്പോൾ വല്ലാതെ ഞാൻ അനുസ്മരിച്ചു പോയതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആ വിശുദ്ധനായ മനുഷ്യൻ കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത, പാപ്പ ദൈവത്തോട് ഏറ്റവും അടുത്ത ആളാണ്, സത്യത്തെ തൊട്ടൊരു മനുഷ്യനാണ്. ഈ സത്യത്തെ തൊട്ടൊരാൾ ഇനി കർത്താവിലേക്ക് പോകുമ്പോൾ ഇങ്ങയുടെ ആസ്തി എന്താ? ബെനഡിക്ട് മാർപ്പാപ്പ ദൈവത്തോട് ചോദിച്ചിട്ടുള്ള പല കാര്യങ്ങളിലും എന്തെങ്കിലും കാര്യങ്ങൾ ദൈവം ബെനഡിക്ട് മാർപ്പാപ്പയുടെ ജീവിതകാലത്ത് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കൊടുക്കാത്ത കാര്യങ്ങൾ കൊടുക്കാനുള്ള സമയമാർത്തിലേക്കാണ് പോണത്. മനസ്സിലായില്ലേ? എന്താ വചനം എന്താണ്? ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കും. സമയം പറഞ്ഞിട്ടില്ല.
ഇവിടെ ലഭിക്കാത്ത എല്ലാ വിഷയങ്ങൾക്കും കർത്താവിന്, അതായത് ഇവിടെ ലഭിക്കുന്നതിൻ്റെ പേര് ബ്ലെസ്സിങ്സ് എന്നാണ്, ഇവിടെ ലഭിക്കാത്തതിൻ്റെ പേര് കൃപയെന്നാണ്. നിങ്ങളെപ്പോഴും അഡ്രസ്സ് ചെയ്യേണ്ടത് ലഭിക്കാത്ത പ്രാർത്ഥനയെ ഓർത്ത് വിശ്വാസമില്ലാത്തവർ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യണത്. പക്ഷേ ലഭിക്കാത്ത പ്രാർത്ഥനയുടെ സത്യങ്ങൾ അറിഞ്ഞാൽ അത് കൃപയാണെന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നത്, അത് നിത്യതയും നമുക്ക് അവകാശമോഹര്യമാക്കുന്ന ഒരു നിക്ഷേപമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ലഭിക്കാത്ത പ്രാർത്ഥനയെ ഓർത്ത് നമ്മൾ ദൈവത്തോട് അടുക്കേ ഉള്ളൂ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എനിക്ക് ലഭിക്കാത്ത എൻ്റെ പ്രാർത്ഥനകളെ, എനിക്ക് ലഭിക്കാത്ത ഉത്തരങ്ങളെ, അത് എനിക്ക് വരുത്തിയിട്ടുള്ള ക്ലേശങ്ങളെ ഞാനിപ്പോൾ സന്തോഷത്തോടെ അങ്ങേക്ക് തിരിച്ചു സമർപ്പിക്കുന്നു. വിശ്വാസത്തോടെ പ്രത്യാശയോടെ അതെനിക്ക് എപ്പോഴെങ്കിലും ലഭിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി ഞാൻ അങ്ങയെ സന്തോഷിക്കുന്നു. ഞാൻ അങ്ങയിൽ സന്തോഷിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ ഡെയിലി ബ്രെഡ് കർത്താവ് വ്യാഖ്യാനിച്ച് തരികയായിരുന്നു. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഈശോ പറഞ്ഞു. ഞാൻ പോലും കേൾക്കാത്ത ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ വചനത്തിലൂടെ ഈശോ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെൻ്റെ മനസ്സിലേക്ക് ഈശോ തരുന്നത്, കഴിഞ്ഞ ദിവസങ്ങൾ അശ്വതി എന്നും പറഞ്ഞൊരു പെൺകുട്ടി സാക്ഷ്യം പറഞ്ഞ്, അശ്വതി പറഞ്ഞ സാക്ഷ്യങ്ങളിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒരു പ്രശ്നം വെച്ചാൽ അശ്വതി ഫസ്റ്റ് ടൈം ഒരു ക്രിസ്ത്യൻ ഫെയ്ത്തിലേക്ക് ആദ്യം വരുന്ന ആളാണ്. അപ്പോൾ ഈ ഉടമ്പടി ധ്യാനം വളരെ നന്നായ രീതിയിൽ സ്വകാര്യമായിട്ട് അതിൽ കൂടുന്ന ആളാണ്. പക്ഷേ അശ്വതി ഒരിക്കൽ അവൾക്ക് മുതുകത്തൊരു മുഴയുണ്ടായി. മുതുകത്തൊരു മുഴയുണ്ടായി. അപ്പോൾ അത് ക്യാൻസറിലേക്ക് പോകുമോ, ഓപ്പറേഷൻ വേണ്ടി വരുമോ, പിന്നെ ഉണ്ടാകുന്ന അവളുടെ അവസ്ഥ എന്താണ്, ഇങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് കുട്ടി ആകുലയാണ്. അപ്പോൾ അങ്ങനെ ആകുലയായപ്പോൾ ഈ പെട്ടെന്ന് കുറേ സാക്ഷ്യങ്ങൾ നോക്കി മാതാവ്, അവൾ പറയുന്നുണ്ട്, മാതാവ് എന്നെ നയിക്കുകയായിരുന്നു. ഞാനൊരു സ്മാർട്ട് ഫോണൊന്നും വാങ്ങിച്ചിട്ടില്ല. മാതാവിനെക്കുറിച്ച് അറിയണമെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സ്മാർട്ട് ഫോൺ വാങ്ങിക്കാൻ തോന്നി. അങ്ങനെ മാതാവിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഞാൻ സ്മാർട്ട് ഫോൺ വാങ്ങിച്ചതിന് ശേഷം ഞാൻ പിന്നെ മാതാവിൻ്റെ സാക്ഷ്യങ്ങളെല്ലാം കേട്ടു. അപ്പോഴൊരു സാക്ഷ്യം അച്ഛൻ പറയുന്നുണ്ട്, അതായത് ഒരു ചേച്ചി ഒരു സാക്ഷ്യം പറയുന്നുണ്ട്, അതെനിക്ക് വല്ലാതെ എന്നെ ഹോണ്ട് ചെയ്തു. അതായത് ഒരു കുഞ്ഞ് പാങ്ക്രിയാസിൽ ക്യാൻസറുള്ള കുഞ്ഞാണ്. അപ്പോൾ കുഞ്ഞിനെ കോവിഡ് കാലത്ത് ഇവിടെ കൊണ്ടുവന്നായിരുന്നു. നമ്മളാരും അറിഞ്ഞില്ല. അപ്പോൾ ഇവിടുത്തെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇവിടെ ആൾ നിൽക്കാനൊന്നും പോലീസ് അനുവദിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ആൾക്കാർ തന്നെ പോലീസ് തല്ലിയിട്ടുണ്ട് പല പ്രാവശ്യം ഇവിടെ വന്ന്. ആൾ നമ്മുടെ വാദിക്കെ പ്രാർത്ഥിച്ച് കൂട്ടം കൂടി നിൽക്കുമ്പോഴേ അങ്ങനെ വലിയ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇവർ വരണത്. അപ്പോൾ ഇവിടെ ഇത് തുറക്കാനും പറ്റില്ല, തുറന്നാൽ പ്രോബ്ലമാണ്, പോലീസ് സമ്മതിക്കത്തില്ല. അപ്പോൾ അത്രയും പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഈ കുഞ്ഞും അമ്മയും കൂടി ഇതിനെ വാദിക്കെ വന്ന് നിന്നിട്ട്, ഈ പാങ്ക്രിയാസിൽ ക്യാൻസറല്ലേ കുഞ്ഞിന്. അപ്പോൾ അമ്മ കൊച്ചിനോട് പറയും, വാവേ അമ്മയോട് പറ ഇനി നമ്മൾ വരണത് സാക്ഷ്യം പറയാനായിരിക്കുമെന്ന് പറഞ്ഞിട്ട് പോകാം. കുഞ്ഞ് അതുപോലെ തന്നെ അമ്മയോട് പറഞ്ഞു, അമ്മ ഇനി ഞങ്ങൾ വരണത് സാക്ഷ്യം പറയാനായിരിക്കുമെന്ന്. അത് കറക്റ്റാണ്. ഈ സാക്ഷ്യമാണ് അശ്വതി കേൾക്കണത്. അവൾ തിരിച്ചു വന്ന്, ആ കുഞ്ഞ് തിരിച്ചു വന്ന് സാക്ഷ്യം പറയണത്. അത് ഭയങ്കര ഫീലിംഗാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം വേറെ ഒരു മെഡിസിൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അമ്മ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്ന് സാക്ഷ്യം പറയാൻ അനുവദിക്കും. അപ്പോൾ കുഞ്ഞ് മിടുക്കിയായി വന്ന് സാക്ഷ്യം പറയും. അപ്പോൾ അതാണ് അശ്വതി കേൾക്കണ സാക്ഷ്യം. അപ്പോൾ അവളുടെ വിശ്വാസം വല്ലാത്ത രീതിയിൽ അങ്ങോട്ട് വളരും. ഈ സാക്ഷ്യങ്ങൾ കേൾക്കണം മക്കളെ. സാക്ഷ്യങ്ങൾ ആണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്യപ്പെടുന്ന സാക്ഷ്യങ്ങളാണ്. ഇപ്പോൾ ഒത്തിരി ട്രോളൊക്കെ വരുന്ന സാക്ഷ്യങ്ങളല്ലേ, ട്രോളിങ് വരണം. നമ്മളെന്താ വന്നാൽ അതിൻ്റെ അകത്ത് അധികം ഓവറായിട്ട് ശ്രദ്ധിക്കാത്തതിൻ്റെ കാരണം നമ്മൾ
ജനങ്ങൾക്ക് അവരെ കവനൻ്റൽ എക്സ്പീരിയൻസ് ദൈവം നമുക്കൊരു പുതിയ പ്രാർത്ഥനാ പദ്ധതി തന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ പഴയ ധ്യാന കേന്ദ്രങ്ങളുള്ള വെള്ളപടി, മദ്യപാനം മാറുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ രോഗസൗഖ്യങ്ങളുണ്ടാകുക മാത്രമല്ല, മനുഷ്യൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ സമഗ്രമായ വിഷയങ്ങളാണ് ഉടമ്പടിയിൽ ദൈവം അഡ്രസ്സ് ചെയ്യണത്. അപ്പോൾ പുതിയ പുതിയ വിഷയങ്ങളും പുതിയ അനുഭവങ്ങളും ആയത് കാരണം ജനങ്ങൾക്കൊരു സ്ഥിരം പ്ലാറ്റ്ഫോം നമ്മൾ കൊടുത്തിരിക്കുകയാണ്. എല്ലാ ദിവസവും കയറി ജനങ്ങൾ അവരുടെ ഉടമ്പടി അനുഭവങ്ങൾ പങ്കുവെക്കാൻ. അപ്പോൾ ഓരോരുത്തർ, ചിലർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകും, ചിലർക്ക് അധികം വിദ്യാഭ്യാസം ഉണ്ടാകത്തില്ല. അവരുടെയൊക്കെ സ്റ്റാറ്റസ് അനുസരിച്ചുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസ് പറയും. നമ്മളതിനെ ഹോണർ ചെയ്യും. പക്ഷേ ചില ആൾക്കാർക്ക് അവർ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കണം എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മൾ വിശ്വാസം തന്നെയാണ് പ്രചരിപ്പിക്കുന്നത്. അവരുടെ വിശ്വാസമാണ് പ്രചരിപ്പിക്കുന്നത്. അവർ ആ വിശ്വാസം അപ്ലൈ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അവർക്ക് ബുദ്ധിബോധമില്ലാതെ ഇരിക്കാൻ ദൈവത്തെ ബുദ്ധിപരമായിട്ട് മാത്രം കാര്യങ്ങളെ കാണുന്നവർക്ക് മണ്ടത്തരം തോന്നി വരും. പക്ഷേ ഈ നിഷ്കളങ്കരായ മനുഷ്യർ അവരുടെ ഒരു സങ്കടകാലത്ത് ക്രിസ്തുവിലുള്ള അവരുടെ വിശ്വാസം പ്രഖ്യാപിച്ചപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു? അവരതെങ്ങനെ പ്രഖ്യാപിച്ചു? അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ, ഇപ്പോൾ അശ്വതിയുടെ പ്രശ്നം തന്നെ എന്താണ്? അശ്വതി ഈ ധ്യാനം കൂടിയപ്പോൾ അശ്വതിയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറയണത് കേട്ടു. അശ്വതിയോട് പറഞ്ഞതല്ല, പൊതുവെ പറഞ്ഞതാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ. ഇപ്പോൾ അശ്വതി ഒരു സെപ്റ്റംബർ 4 എന്ന് പറഞ്ഞ് ഡേറ്റ് ഇട്ട്. എന്താ കാര്യം? പ്രശ്നം എന്താണ്? അവരുടെ മുതുകത്തൊരു കുരുവാണ് പ്രശ്നം. മുതുകത്തൊരു കുരു ഇങ്ങനെ മുഴ വരെ പൊങ്ങുകയാണ്. അപ്പോൾ അത് മാറാൻ വേണ്ടി അശ്വതി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അത് കേട്ടിട്ട് അതനുസരിച്ച് ഒരു ഡേറ്റ് ഇട്ട് സെപ്റ്റംബർ 4. അപ്പോൾ സെപ്റ്റംബർ 4 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് അശ്വതി 2 ദിവസം കഴിഞ്ഞപ്പോൾ, അയ്യോ ഡേറ്റ് പെട്ടെന്നായി പോയില്ല, മാതാവിന് കുറച്ച് സമയം കൊടുക്കാമായിരുന്നു. മനസ്സിലായില്ലേ? അത് അവരുടെ നിഷ്കളങ്കതയിലുള്ള ഒരു പകപ്പാണ്. കാര്യം ഇപ്പോൾ ഇത്രയും പെട്ടെന്നൊക്കെ നമ്മൾ ഡേറ്റ് ഇട്ട് ഇനി 4 ദിവസമല്ലേ ഉള്ളൂ. ആ 4 ദിവസത്തിനുള്ളിൽ മാതാവിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് മാതാവിനെ കുറ്റം പറയാൻ പറ്റുമോ? അപ്പോൾ കുറച്ചുകൂടി ഡേറ്റ് മാതാവിന് കൊടുക്കാമായിരുന്നെന്ന് ഇവൾ സ്വയം ചിന്തിക്കുകയാണ്. അവളുടെ ലിറ്ററസി അനുസരിച്ചുകൊണ്ടുള്ള ചിന്താധാരണകളാണ് വരണത്. നമ്മളതിനെല്ലാം മാനിക്കും. അത് പറയുന്നത് അവർ എന്താ പറയണമെന്ന്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിൽ അശ്വതി ഒരു ധ്യാനം കൂടും, ഉടമ്പടി ധ്യാനം കൂടും. ഏത് ധ്യാനം കൂടും? 2017 ധ്യാനം കൂടും. 2017 ധ്യാനം കൂടും. 2017 ധ്യാനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്ര കൊല്ലമായി? 5 കൊല്ലമായില്ലേ? 5 കൊല്ലം മുമ്പുള്ള ധ്യാനം കൂടുകയാണ്, ഉടമ്പടി ധ്യാനം കൂടുകയാണ്. കൂടുമ്പോൾ എന്താ പറയണത്? അന്ന് അച്ഛൻ പറയുന്നുണ്ട്, ആരാധനയ്ക്ക് പറയുന്നുണ്ട്, ഇപ്പം മുതുകത്ത് മുഴയുള്ളവരെ കർത്താവ് കാണിക്കുന്നുണ്ട്. അവരാ മുതുകത്തെ മുഴ സമർപ്പിച്ച് പ്രാർത്ഥിച്ച കർത്താവ് ഇപ്പോഴവരെ സുഖപ്പെടുത്തുമെന്ന് പറയാം. അത് 2017 ധ്യാനമാണെന്ന് അശ്വതിക്ക് അറിയാം. അതാ വിഷയം. പണ്ടത്തെ ഒരു ആരാധനയാണ്. പണ്ടത്തെ ആരാധനയിൽ അവളെന്താ ചെയ്യിക്കണത്? ഭൂതകാലത്തെ ഒരു ആരാധനയിൽ അവർ വർത്തമാനകാലത്ത് അവരുടെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യുകയും, അതാണ് വിഷയം. എന്നിട്ട് പറയാം, കർത്താവ് ഇത് ഞാനാണെന്ന് ഞാൻ വിശ്വസിക്കണമെന്ന്. അതാണ് അശ്വതി പറയണത്. കർത്താവ് ഈ 2017 ധ്യാനമാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഇത് എന്നെക്കുറിച്ചാണ് നീ പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മാതാവിൻ്റെ ഡേറ്റ് ഇട്ടിട്ടുണ്ട് 4-ാം തീയതി സെപ്റ്റംബർ 4. ഇനി 3 ദിവസമേ ഉള്ളൂ. ഇതെന്നെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇവളെ ഈ മുഴ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ധ്യാനത്തിൻ്റെ കൂടെ പ്രാർത്ഥിക്കും. അപ്പോൾ എന്താ സംഭവിക്കണത്? പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇത് അപ്രത്യക്ഷമായി പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ തന്നെ അത് വിചിത്രമായി തോന്നി എനിക്ക്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ അവരെ ക്രിസ്റ്റിസൈസ് ചെയ്യാൻ പറ്റത്തില്ല. അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ അകത്ത്. എന്നിട്ട് അവൾ പറയുന്നുണ്ട് എന്താണ്, അതായത് എനിക്കിത്തിരി അവിശ്വാസമൊക്കെ ഉണ്ട്. വളരെ പച്ചയായ സാക്ഷ്യങ്ങളാണ്. എനിക്ക് കുറച്ച് അവിശ്വാസമൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഡേറ്റ് ഞാൻ ഇങ്ങനെ ഹരിബറിയായിട്ട് ഇട്ടില്ലേ, മാതാവിന് കുറച്ച് സമയം കൂടി കൊടുത്തേച്ചെങ്കിൽ മാതാവ് സമയം എടുത്ത് ഹീൽ ചെയ്ത് തന്നേനും. മാതാവിന് സമയം കൊടുക്കാത്ത രീതി, മാതാവിൻ്റെ കൈയും കാര്യം കെട്ടുന്ന രീതി ഞാൻ പെട്ടെന്ന് സമയം ഇട്ടില്ലേ, സെപ്റ്റംബർ 4 നമ്മൾ ഡേറ്റ് ഇട്ടില്ലേ. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്തൊരു അവിശ്വാസം തോന്നിയായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്താൽ മാതാവ് ചെയ്യുമോ? ഇല്ലേ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷേ എന്നിട്ട് ഇവിടെ പറയും, ഞാൻ അവിശ്വാസിയായിരിക്കുമ്പോഴും ദൈവം വിശ്വസ്തനായിരിക്കും. ഈ വചനം ഇവിടെ നിന്ന് കിട്ടി അവൾക്ക്. Take the word of God. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 2 തിമോത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി.
ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ, അതിശയമാ, നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതമാ, അതിശയമാ, നീ മാത്രമെൻ ദൈവമെന്നും. 2 തിമോത്തി 2:13. 2 തിമോത്തി 2:13. നാം അവിശ്വസ്തരായിരുന്നാലും നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. അവൻ വിശ്വസ്തനായി. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അപ്പൊ ഈ 2 തിമോത്തി ആ വേഴ്സ് ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും അശ്വതി അത് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. എന്താ പറയണത്? എനിക്കിങ്ങനെ അവിശ്വാസം തോന്നിയായിരുന്നു, പക്ഷേ എനിക്ക് പ്രശ്നം തോന്നിയില്ല. കാര്യം എന്താണ്? വചനത്തിലുണ്ടല്ലോ, ഞാൻ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കുമെന്ന്. അപ്പോൾ ഈ മനുഷ്യന്മാർ വിശ്വസിക്കുന്ന രീതികളും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സിങ് ഭയങ്കരമാണ് ശരിക്കും. അത് നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ്. കാര്യം ബുദ്ധി ഇവിടെ എന്തുമാത്രം കുറഞ്ഞു വരുന്നു, അതനുസരിച്ച് വിശ്വാസം മൂല്യമുള്ളതായിട്ട് വരും. അന്ധവിശ്വാസം അവിടെ മാറാനുള്ള സാധ്യതയുണ്ട്, അത് തള്ളിക്കളയുന്നില്ല. പക്ഷേ അതേസമയം തന്നെ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മുൻകരുതലെടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. വിശ്വസിക്കാൻ നിനക്ക് അമിതമായി വിശ്വസിക്കുമ്പോൾ അത് അന്ധവിശ്വാസമായി പോകാതിരിക്കാൻ വേണ്ടി അത് സ്വാഭാവികമായൊരു കോമൺ സെൻസ് മനുഷ്യനുണ്ടാകും. കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എക്സ്ട്രാ സെൻസ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ അമിത വിശ്വാസം അന്ധവിശ്വാസമായി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ അശ്വതി പറയുന്നത് കറക്റ്റ് കാര്യമാണ്. എന്താ പറയണത്? എനിക്ക് ഡേറ്റ് ഇട്ടതിൽ മാതാവിനോട് ഹർബറിയായി ഒരു ഡേറ്റ് ബാർ ചെയ്തതിൽ എനിക്ക് ഒരു വിശ്വാസക്കുറവുണ്ട്. പക്ഷേ എങ്കിലും വചനത്തിലുണ്ടല്ലോ, ഞാൻ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കുമല്ലോ. അപ്പോഴേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇക്കാലങ്ങളിലെല്ലാം വചനത്തിൻ്റെ സത്യാവസ്ഥകളെ ആഴമായി മനസ്സിലാക്കിയാണ് മനുഷ്യൻ അവൻ്റെ ജീവിതാനുഭവങ്ങളോട് പ്രതികരിക്കുന്നത്. പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ടൊരു പ്രതികരണമാണ് ഉടമ്പടിക്കാലത്ത് നമ്മൾക്കുണ്ടാവുന്നത്. എല്ലാവരെയും അങ്ങനെയാണ് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വചനത്തോട് ഉത്തരവാദിത്തപ്പെട്ട ഒരു പുതിയ സമീപനം ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ നന്ദി. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുറേ കാലം മുമ്പ് എനിക്കാണ് ഒരു വർഷമായി കാണും, ഞാൻ എപ്പോഴും പറയും ടൈം ഷോർട്ടണിങ് എന്ന് പറയും. അപ്പോൾ എനിക്ക് തന്നെ ഒരു ജാള്യത ഉള്ളിൽ തോന്നും. കാര്യം ടൈം ഷോർട്ടണിങ് എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് ഞാൻ പറയും, ഉടമ്പടിയുടെ ഒരു ഇഫക്റ്റ് സമയച്ചുരുക്കമാണ്. എനിക്കത് എവിടെയാണ് ഡിറൈവ് ചെയ്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമയം ആയിട്ടില്ലെന്ന് ഈശോ പറയുമ്പോൾ മരിയൻ മീഡിയേഷനിലാണ് അമ്മ സമയച്ചുരുക്കം ഉണ്ടാക്കുന്നത്. അവൻ പറയണ പോലെ ചെയ്യാൻ പറയുമ്പോൾ, അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ ആകാത്ത സമയം ആക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള വേദപുസ്തകത്തിൻ്റെ ശക്തമായ വെളിപാടിൽ നിന്നാണ് ഞാൻ ടൈം ഷോർട്ടണിങ് കണ്ടുപിടിച്ചതാണോ പരിശുദ്ധാത്മാവ് എന്നെ ചൂണ്ടിക്കാണിച്ചതാണോ എന്ന് ഇപ്പോഴും ഉറപ്പില്ല. പക്ഷേ എനിക്ക് മനസ്സിലാകുന്ന കാര്യം ഇതൊരു സത്യമാണ്. എന്താണ് സത്യം? there is a phenomena of time shortening in covenant prayer. ഉടമ്പടി പ്രാർത്ഥനയിൽ സമയച്ചുരുക്കത്തിന് ഒരു പ്രതിഭാസമുണ്ട്. ഉടമ്പടി പ്രാർത്ഥന നീ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്ന വിഷയമാണ്. അവിടെ നിനക്ക് ടൈം ഷോർട്ടണിങ് വേണമെന്നുണ്ടെങ്കിൽ ടൈമാണല്ലോ വില്ലൻ. എല്ലാത്തിൻ്റെയും വില്ലൻ ടൈമാണ് അല്ലേ? എല്ലാം ടൈം മാറിപ്പോയാൽ നമ്മുടെ ജീവിതം തന്നെ മാറിപ്പോകും. അപ്പോൾ ടൈം ഇപ്പം നമ്മൾ സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് പരിശുദ്ധ അമ്മ 2004 പ്രത്യക്ഷപ്പെട്ടത്. അപ്പം സമയം കൃപാസന ശുശ്രൂഷകളുടെ കൂടെ അടിസ്ഥാനമായ പ്രമേയമാണ് സമയത്തെ കഴിഞ്ഞുപോയ സമയത്തെ തിരിച്ചെങ്ങനെ കൊണ്ടുവരാൻ കഴിയും, കഴിഞ്ഞ കാലങ്ങളിലെ പ്രവചനങ്ങളെയും എല്ലാം എങ്ങനെയാണ് വർത്തമാന കാലത്ത് അനുഭവിക്കാൻ പറ്റണതെന്നാണ് അശ്വതി വിശ്വാസം കൊണ്ട് തെളിയിച്ചത്. അതുപോലെ തന്നെയാണ് ഈ ധന്യയുടെയും അരജോസഫിൻ്റെയും മകളുടെ മൈലോ ഇതില്ലേ, എന്താണ് രക്താർബുദം. ആ രക്താർബുദത്തിൻ്റെ, അതായത് മുതിർന്നവർക്കുണ്ടാകുന്ന രക്താർബുദം,
ആ മുതിർന്നൊക്കെണ്ടാകുന്ന രക്താർബുദത്തിന് കുഞ്ഞിനെ വന്നിരിക്കുന്നത്, കുഞ്ഞിനെ ഇനി 50% റിക്കവറി റേറ്റ് ഉള്ളതെന്ന് ഡോക്ടർ പറയുമ്പോൾ കുഞ്ഞിന് ചെയ്യേണ്ടി വരുന്ന കീമോ 3000 mg ആണ്. 3000 mg കീമോയാണ്. നമുക്കറിയാവില്ല 600 mg 300 mg എന്നൊക്കെ പറയുമ്പോൾ തന്നെ നേഴ്സുമാർക്ക് പെട്ടെന്ന് തന്നെ പേടിയാവും, അയ്യോ ഇതെന്തൊരു അസുഖമാണ്, ഇത് കണ്ടിന്യൂ ചെയ്ത് ഇത്രയും കഴിച്ചാൽ എന്ത് ചെയ്യും. അപ്പോൾ 3000 mg കീമോയാണ് കുഞ്ഞിന് കൊടുക്കേണ്ടത്. 8 ദിവസത്തേക്കാണ്. അതിൻ്റെ പെയിൻ എന്ന് പറയണതും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ കൊടുത്താൽ തന്നെയും 3 കൊല്ലം എടുക്കും. 3 കൊല്ലം എടുക്കും. ഇത് കീമോ കൊടുത്തിട്ട് ആണ് പിന്നീട് ബോൺ മാരോ ചെയ്യണത്. അമ്മയുടെ മജ്ജ എടുത്തിട്ട് കുഞ്ഞിലേക്ക് കൊടുക്കുന്നു. അത് ഭയങ്കര, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കുഞ്ഞ് സർവൈവ് ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാം കടന്നു പോകുന്നത് പ്രത്യേക ഒരു ലോകത്താണ്. പണ്ട് ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായില്ലെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്ന ആൾക്കാർ മരിച്ചു പോകും, അത്രയേ ഉള്ളൂ. വൈദ്യശാസ്ത്രം ഇപ്പോൾ ഇത്രയും വളർന്നത് കൊണ്ടാണ് റിക്കവറിങ് റേറ്റ് വരണത്. റിക്കവറിങ് റേറ്റ് കൂടാൻ കാരണം എന്താണ്? വൈദ്യശാസ്ത്രം വളർന്നത് കൊണ്ടാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ അതുകൊണ്ട് തന്നെ വൈദ്യശാസ്ത്രത്തിൻ്റെ കയ്യിൽ തന്നെയും എല്ലാ കാര്യങ്ങളും ഇല്ല. അവരെല്ലാം ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിൽ ചെയ്തു വരുമ്പോഴും ഡോക്ടർമാർ പറയും ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറയും, ദൈവത്തിൻ്റെ കയ്യിലാണെന്ന്. അപ്പോൾ എന്താ ചെയ്യണത്? ഈ കുഞ്ഞിനെ ഈ ശുശ്രൂഷകളെല്ലാം, ഈ ട്രീറ്റ്മെൻറ്റെല്ലാം ചെയ്യുമ്പോൾ ഇവർ നിരന്തരം ഉടമ്പടി തൈലം കുഞ്ഞിനെ കാശുരൂപം കുഞ്ഞിനെ ശിരസ്സിന് താഴെ വെച്ചുകൊണ്ട് ഉടമ്പടി കാശിന് വെച്ചുകൊണ്ട് ഈ ഉടമ്പടി തൈലം തെച്ചുകൊണ്ടിരിക്കുക. കീമ കൊടുത്ത കുഞ്ഞിനെ ഉടമ്പടി തൈലം തെച്ചുകൊണ്ടിരിക്കുക. പക്ഷേ പെട്ടെന്ന് ഡോക്ടറെ ചേഞ്ച് ചെയ്യാൻ ഈശോ പറയും. പെട്ടെന്ന് ഡോക്ടറെ ചേഞ്ച് ചെയ്യാൻ പറയും, ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്യാൻ പറയും. അത് ഉടമ്പടി ഇവർ ഡയറക്റ്റായിട്ട് എടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് ചേഞ്ചിങ് എല്ലാം വരുന്നത്. പെട്ടെന്ന് ഇവർ ഡയറക്റ്റായിട്ട് ഒരു അമ്മയുടെ ഉടമ്പടിയിലാണ് ഇവർ അവിടുത്തെ നേർച്ച വസ്തുക്കൾ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർക്ക് കുഞ്ഞിൻ്റെ അവസ്ഥ കാരണം എടുക്കാതിരിക്കാനും പറ്റത്തില്ല. അത് എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഡോക്ടർ തന്നെ പറയും നിങ്ങൾക്ക് വേണ്ട സെക്കൻഡ് ഒപ്പീനിയൻ തിരക്കാമെന്ന് പറയും. സെക്കൻഡ് ഒപ്പീനിയൻ എവിടെയാണ് ഉള്ളത്? ബാംഗ്ലൂരാണ് ഉള്ളത്. ബാംഗ്ലൂരേക്ക് സെക്കൻഡ് ഒപ്പീനിയൻ തിരക്കിയപ്പോൾ ആ ഡോക്ടറിന് രാവിലെ 7 മണി തൊട്ട് രാത്രി 9 മണി വരെ എത്രയോ മാസങ്ങൾക്ക് ബുക്കിംഗ് കിടക്കുന്നതാണ്. പക്ഷേ ഇവർക്ക് പെട്ടെന്ന് കിട്ടി ആ ഡോക്ടറിനെ. ബാംഗ്ലൂരത്തൊക്കെ പർട്ടിക്കുലർ ഡോക്ടറെ ഇവർക്ക് പെട്ടെന്ന് കിട്ടി. ഡോക്ടർ പറഞ്ഞു എളുപ്പം തന്നെ പാക്കപ്പ് ചെയ്തോളാൻ പറഞ്ഞു. അതാണ് സംഭവം. എന്ന് വെച്ചാൽ അവിടുത്തെ ടൈം ഷോർട്ടനിങ് ഭയങ്കരമാണ്. എങ്ങനെ ഈ ഹോസ്പിറ്റലാണ് കടന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ 3 കൊല്ലം എടുക്കും. ഇവർ പെട്ടെന്ന് ടൈം ഷോർട്ടനിങ് സംഭവിക്കണത് എങ്ങനെയാണ്? നമ്മുടെ ടൈം ഷോർട്ടനിങ് നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം സമയച്ചൊക്കെ സംഭവിക്കും. പുതിയ ഡോക്ടറെ തന്ന്, പുതിയ ഹോസ്പിറ്റലിൽ തന്ന്, അവിടെ പെട്ടെന്ന് കുഞ്ഞിൻ്റെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ബ്ലഡ് എല്ലാം മാച്ചായി പെട്ടെന്ന് 2 ദിവസം കൊണ്ട് ബോൺമാരോ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു 3-ാം ദിവസം പറഞ്ഞ് പോയിക്കൊള്ളാൻ പറഞ്ഞു, വീട്ടിൽ പോയിക്കാൻ. പെട്ടെന്നായ സംഭവം. 3 മാസത്തെ റെസ്റ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ 3 കൊല്ലം പറഞ്ഞതാണ് 3 മാസമായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ടൈം ഷോർട്ടനിങ് എന്ന് പറയുന്നത്. 3 കൊല്ലം. അപ്പോൾ ഇത് ഞാൻ പാതിരാപ്പള്ളി ദിവസങ്ങളിൽ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ പാതിരാപ്പള്ളി ഈ ദിവസങ്ങളിൽ നടന്ന ധ്യാനത്തെ സമയത്ത് ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ കർത്താവ് അതിൻ്റെ കൂടെ കയറി പറഞ്ഞു, ഇത് പ്രൊവിഷൻ ഉള്ളതാണ്, പുതിയ കാര്യമല്ല. ഇത് വാഗ്ദാനങ്ങളുടെ പ്രൊവിഷൻ ഉള്ളതാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഓർത്തുകൊണ്ട് സമയം ചുരുക്കി തരുമെന്ന്. റീഡ് ഇറ്റ്. 13:20 മാർക്കോസ് 13:20. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. 13:20. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ, കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. നിന്നെ പോലൊരു ദൈവമില്ല. ഉറക്കെ പറ്റിയത് പാടാം. നിന്നെ പോലൊരു ദൈവമില്ല. ആരാധന ആരാധന, ഹല്ലേലൂയ അതിശയമായ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, അതിശയമായ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന,
ഹല്ലേലൂയ ഹല്ലേലൂയ കൈകളടിച്ചുകൊണ്ട് പാടാം. ഈശോയെ ആരാധന ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന നിന്നെ പോലൊരു ദൈവമില്ല ഹല്ലേലൂയ ഉന്നതൻ നീ അത്യുന്നതൻ നീ നിന്നെ പോലൊരു ദൈവമില്ല അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ച് ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. അതിശയവാ നീ മാത്രമേ ദൈവമെന്നും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ